ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കുറച്ച് ക്രിസ്മസ് വിശേഷമായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കണത് നവംബറിലെടുത്തതാണ്. ഇവിടെ അടുത്തൊരു വീടുണ്ടായിരുന്നു, ആ വീട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയി. വിസിറ്റേഴ്സ് എല്ലാം അവിടെ ആയിരുന്നു. അപ്പോൾ 2 മന്ത്സ് ഫുൾ അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവിടെ. അപ്പോൾ അവിടെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. മിക്കി മൗസ്, ടോം ആൻഡ് ജെറി അവരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ഡേ ആയി. അപ്പോൾ ഇപ്പോൾ 25th ആയി. അപ്പോൾ ഞങ്ങൾ 25th അന്ന് പോയിട്ട് സിൽട്ടൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ആനും സിൽട്ടനും അടിപൊളി ട്രീ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ഫീസ്റ്റ് കഴിച്ചു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, കാരണം എല്ലാവരും കൂടി ഉണ്ടാക്കിയോണ്ട് കുറേ ആയി. അപ്പോൾ അത് കഴിച്ച് നമുക്ക് തീരെ സ്പേസ് ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പാർക്കേ പോവാണ്. ഇതൊക്കെയാണ് ഐറ്റംസ്. ഞാൻ എന്തായാലും പേര് പറയണതിലെല്ലാം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ കാലത്ത് പാർക്കിൽ പോയി. അത് കഴിഞ്ഞ് ഈവനിങ് നമ്മൾ ലൈറ്റ് ഷോന് പോയി. അത് നല്ല രസമായിരുന്നു. ലൈറ്റ് ഷോ കുറച്ച് നടക്കാണ്ടായിരുന്നു, അതുകൊണ്ട് കഴിച്ചതൊക്കെ സെറ്റായി. ഇതാണ് സത്യം പറഞ്ഞാൽ ക്രിസ്മസിന് ലൈറ്റ്സ് ആണല്ലോ മെയിൻ. അപ്പോൾ ഇവിടുത്തെ വീടുകളും സ്ട്രീറ്റ്സും ഒക്കെ അടിപൊളിയായിട്ട് ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. ഈ ഫെൻസിങ്ങിൻ്റെ അവിടെയൊക്കെ ലൈറ്റ് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ കൂടുതൽ കുട്ടികളാണ് എൻജോയ് ചെയ്യുക, കാരണം അവർക്കായിരുന്നു ഇത് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തത്. അപ്പോൾ അവരിവിടെ ബബിൾസ് ഉണ്ടാക്കി കളിക്കലും, പിന്നെ അവർക്കുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, സ്റ്റിക്കേഴ്സ് അങ്ങനത്തെയൊക്കെ. പിന്നെ ഈ DJ പോലെ ലൈറ്റ് ഉണ്ടായിരുന്നു, അതുമ്പോൾ നമുക്ക് കയറി നടക്കാം. അത് ഞങ്ങളും എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് ലാസ്റ്റ് എക്സിറ്റ് പോയിൻ്റ് കണ്ടു. ഈ ബട്ടർഫ്ലൈ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലൈറ്റിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മെയിനായിട്ടൊരു സാധനം കണ്ടത്, ഓർബിറ്റ് ലൈറ്റ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ സാന്റയുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഗൈസ്, ഇതാണ് എ ഗിഫ്റ്റ് ഫ്രം സാന്റ. 3 ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത മൊമെൻ്റ് ആയിരുന്നു, കാരണം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും. അപ്പോൾ ആണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് തുറക്കരുതെന്ന്. അപ്പോൾ ഫുൾ സെലോ ടേപ്പ് പൊട്ടിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ തുറന്ന് ഞാൻ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊട്ടില്ല. പിന്നെ നമുക്ക് ചെറുപ്പം മുതൽ അങ്ങനെയാണല്ലോ, ഒരു സാധനം കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കേട്ടാനുള്ള ഒരു കൗതുകം. അങ്ങനെ ഞാനത് തുറന്നു. കഷ്ടപ്പെട്ടാൽ തുറന്ന് 4 ചുറ്റും ഫുൾ സെറ്റപ്പായിരുന്നു. പക്ഷെ ഞാനത് വിട്ടുകൊടുത്തില്ല. അവസാനം തുറന്ന് ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഇത്തിരി ഹെവി ആയിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അപ്പൂന് കൊടുത്ത ഗിഫ്റ്റ് അത്ര ഹെവി ആയിരുന്നില്ല. വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ആകെ 3 മന്ത്സിലായിട്ടുള്ളൂ. അപ്പോൾ ജോബൊന്നും എനിക്ക് സെറ്റായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയ ഗിഫ്റ്റാണ് കൊടുക്കാൻ പറ്റിയത്. എനിക്ക് പറ്റിയ വല്ല ഹാൻഡ് മെയ്ഡ് സാധനങ്ങളായിരുന്നു. എങ്ങനെ പിന്നെ ഒരു സാധനം മാത്രം കൊടുത്തു, ഞാൻ എൻ്റെ പോക്കറ്റ് മണി വെച്ച് സെറ്റാക്കിയതായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിരുന്നു, കാരണം ഞാൻ നാട്ടിൽ നമുക്കിങ്ങനെ സാന്റ ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ വന്നപ്പോഴാണ് ക്രിസ്മസ് എല്ലാവരും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണ കാണുന്നത്. ബിക്കോസ് ഇവിടെ നവംബർ തൊട്ട് എല്ലാ ഷോപ്സും ഫുൾ ഡെക്കറേറ്റഡ് ആയിരിക്കും. ഈ പാരൻസൊക്കെ കുട്ടികൾക്ക് കാലത്ത് വരുമ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് റെഡിയാക്കി വയ്ക്കും. അതൊക്കെ ഒരു രസമാണ്. എൻ്റെ കാർഡ് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു, കാരണം എൻ്റെ കാർഡ് ഭയങ്കര റിലേറ്റഡ് ആയിരുന്നു. ഇതെവിടെ നിന്നാവും തപ്പിയെടുത്തതെന്ന് അറിയില്ല. അതിന് ഫുൾ കാലറീസിനെ പറ്റിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത്തിരി ദിവസമായിട്ട് ഷുഗർ കട്ടും ഒക്കെ ആയിരുന്നു, പക്ഷേ ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാം പോയി. അപ്പം അതുകൊണ്ട് ആ കാർഡിലെല്ലാം ശരിക്കും എഴുതിയിട്ടുണ്ട്. ബട്ട് ഹോപ്പ്ഫുള്ളി 2026 തൊട്ട് ഞാൻ എല്ലാം കറക്റ്റായി ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ അപ്പൂൻ്റെ കാർഡിൽ എഴുതിയത് അപ്പൂന് പകുതി മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ വായിച്ചു കൊടുക്കായിരുന്നു, കാരണം ഞാൻ കഴ്സീവ് എഴുതും. അപ്പോൾ അത് വായിക്കാത്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു? എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു? കാരണം ഓരോരുത്തർക്കും, എനിക്ക് നാട്ടിൽ ക്രിസ്മസ് എന്ന് വെച്ചാൽ ജസ്റ്റ് TV കാണുക, അങ്ങനെയായിരുന്നു, കേക്ക് കഴിക്കുക. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ. പിന്നെന്താ, അപ്പം എല്ലാവരും ലൈഫിലും സാന്റ നെക്സ്റ്റ് ഇയർ ഗിഫ്റ്റായിട്ട് വരട്ടെ എന്ന് വിചാരിക്കണം. കാരണം ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ സാന്റ. നമുക്ക് മണി ഉണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാം, അത്ര തന്നെ. ആ ഒരു പോളിസിയാണ് എൻ്റെ. അപ്പം നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യരുത്, അവർ നമ്മുടെ സാന്റ എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഹാപ്പി ആയ സീസണാണ്, കാരണം ഗിഫ്റ്റ്സ് കിട്ടും, പിന്നെ വെക്കേഷൻ എല്ലാം കൂടി സൂപ്പറാണ്.
ഞങ്ങളുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് എൻ്റെ അവിടുത്തെ സാന്റ. അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഇത് വേറൊരു സാന്റ. അപ്പോൾ ട്രീ ഒക്കെ സെറ്റാക്കി ഞങ്ങൾ ആംബിയൻസ് ഒക്കെ ഫുൾ സെറ്റായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നും കൂടി എൻ്റെ ട്രീ കാണിച്ചു തരാം. കാരണം ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ട്രീ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതൊന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുൾ ആംബിയൻസ് സെറ്റാക്കി എങ്ങനെ കഴിഞ്ഞു. ഇതെൻ്റെ റെഡ് ക്രോക്സ്. അത് കണ്ടില്ലേ, റെഡ് കളർ ക്രോക്സ് ഞാൻ ക്രിസ്മസിന് വേണ്ടി മേടിച്ചതാണ്. ഞങ്ങളുടെ അടുത്ത സ്ട്രീറ്റിൽ നല്ല ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, belated Christmas wishes and Happy New Year. Bye bye. Thanks for watching. See you.